Hey Siri. Everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ WatchOS 8.7 ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു WatchOS 8.7 സീരീസ് 3 മുതൽ സീരീസ് 7 വരെയുള്ള എല്ലാ ഡിവൈസുകൾക്കും ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 188 MBയിലാണ് ആപ്പിൾ വാച്ച് സീരീസ് 4ൽ വന്നിരിക്കുന്നത്. ഇത് പല ഡിവൈസുകളിലും പല സൈസിലായിരിക്കും വന്നിരിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.6 റിലീസ് ചെയ്യുന്നുണ്ട്, iOS 15.6 റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 15.6 റിലീസ് ചെയ്യുന്നുണ്ട്, HomePodOS 15.6 റിലീസ് ചെയ്യുന്നുണ്ട്, അവസാനമായി macOS 12.5ഉം റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ WatchOS 8.7 വിശേഷങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന എല്ലാ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും നിങ്ങൾക്കറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന WatchOS 8.7ൻ്റെ ബിൽ നമ്പർ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ബിൽ നമ്പർ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ നേരെ നമ്മൾ ജനറലിലേക്ക് പോയി അവിടെ എബൌട്ട് സെക്ഷനിൽ പോയിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ വേർഷൻ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 8.7 19U66 എന്ന് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ ആ ഒരു ബിൽ നമ്പറാണ് നമുക്ക് ഈ വന്നിരിക്കുന്നത്. പിന്നീട് ഈ പറയുന്ന 8.7ൽ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നും വലുതായിട്ട് പറയാനില്ല. കൂടുതലും നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റിലാണ് ഈ പറയുന്ന അപ്ഡേഷൻ വന്നിരിക്കുന്നത്. സെക്യൂരിറ്റി അപ്ഡേറ്റിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നേരെ ആപ്പിളിൻ്റെ ആ പറയുന്ന വെബ്സൈറ്റിലേക്ക്, അതായത് നമ്മൾ സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഫുള്ള് നോക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ നേരെ പോയിട്ട് WatchOS 8.7 എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ ഏകദേശം എണ്ണി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു 26 അപ്ഡേറ്റ്സ് ആണ് പുതിയതായിട്ട് സെക്യൂരിറ്റിയിൽ വന്നിരിക്കുന്നത്. ആപ്പിളിൻ്റെ AVD തൊട്ട് പിന്നെ ന്യൂറൽ എൻജിൻ, അതേപോലെ ഓഡിയോ, കുറേയധികം GPU ഡ്രൈവേഴ്സ്, അതേപോലെ കുറേയധികം അപ്ഡേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം ഒന്നും വായിച്ച് നോക്കാൻ നിൽക്കാറില്ല. പക്ഷേ വായിക്കണമെന്നാണെങ്കിൽ ഞാൻ ഈ ലിങ്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്നെടുത്ത് വായിച്ച് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന WatchOS 8.7ൽ നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റിലാണ് ഏറ്റവും വലിയ മുൻഗണന കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അപ്ഡേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ WatchOS 8.7 എന്തായാലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഡിവൈസിൽ കുറേയധികം ബഗ്ഗുകളും കുറേയധികം പ്രശ്നങ്ങളും സെക്യൂരിറ്റി വഴി ഉണ്ടായാൽ ആ ഒരു സെക്യൂരിറ്റി പാച്ചാണ് നമുക്ക് ഈ പറയുന്ന WatchOS 8.7ൽ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ ഒരു കാരണവശാലും മിസ് ചെയ്ത് കളയരുത്. പിന്നീട് നമ്മുടെ ഈ പറഞ്ഞ WatchOS 7 ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. പെർഫോമൻസിനൊന്നും എനിക്ക് വലിയൊരു ലോഡിംഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ലൊരു ഫ്രെയിം റേറ്റും ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഡ്രോപ്പിംഗ് ഒന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ഫ്രെയിം റേറ്റും അതേപോലെ നല്ല സ്മൂത്ത്നെസ്സും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മ്യൂസിക് എടുത്ത് നോക്കാം. മ്യൂസിക് എടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആ ഒരു മ്യൂസിക് നമുക്ക് ലോഡാവുന്നുണ്ട്. പിന്നീട് നോയ്സ് എടുത്ത് നോക്കാം. നോയ്സ് എടുക്കുമ്പോഴും അത്യാവശ്യം നന്നായിട്ട് തന്നെ പെട്ടെന്ന് ഓപ്പൺ ആവുന്നുണ്ട്. പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസിനും വലിയൊരു ഡ്രാഗിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് പെർഫോമൻസ് കുറഞ്ഞ പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നീട് ബാറ്ററി പെർസെൻറ്റേജിൻ്റെ കാര്യം, ബാറ്ററി ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരുടെ ഓരോ അപ്ഡേഷൻ കഴിയുമ്പോൾ പറയാറുണ്ട്. നമുക്കൊരു അപ്ഡേഷൻ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് 3-4 ദിവസം തറോലി യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ബാറ്ററിയുടെ ഫ്ലക്ച്വേഷൻ നമുക്ക് മനസ്സിലായി തുടങ്ങാം. ഇപ്പോൾ എന്തായാലും നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് നോക്കി സ്ക്രോൾ ഡൗൺ ചെയ്ത് ബാറ്ററിയിലേക്ക് പോവുക. ബാറ്ററി ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യാൻ മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാറ്ററി ഹെൽത്തിൽ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ മാക്സിമം കപ്പാസിറ്റി 90% ആണ്. ഇതിൻ്റെ ഡെയിലി യൂസ് വാച്ചാണ്. അതോടൊപ്പം തന്നെ കുറേയധികം ആപ്ലിക്കേഷൻസും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ആക്ടിവിറ്റീസും ഞാനിതിൽ യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ടും എനിക്ക് 90% ഓഫ് ബാറ്ററി ബാക്കപ്പ് ഇനിയും ബാലൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി എനിക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് കിട്ടുന്നുണ്ട്.
പിന്നീട് നമ്മുടെ WatchOS 9 അതേപോലെ നമ്മുടെ WatchOS 8.7 അല്ലെങ്കിൽ 8.8 ഈ പറയുന്ന രണ്ട് അപ്ഡേഷൻസും നമുക്കിപ്പോൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വന്നിരിക്കുകയാണ്. അതിൽ എന്തായാലും WatchOS 9 നമ്മുടെ സെപ്റ്റംബർ ഇവൻറ്റിൽ ഐഫോണും പുതിയ വാച്ചും ഇറങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ മിക്കവാറും നമുക്ക് WatchOS 8.7.1 അല്ലെങ്കിൽ WatchOS 8.8 ഈ വരുന്ന ഓഗസ്റ്റിൽ ചിലപ്പോൾ ഉണ്ടാകും എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അതും ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ WatchOS 9 നമുക്ക് സീരീസ് 4 മുതൽ അപ് ടു സീരീസ് 8 വരെയൊക്കെയായിരിക്കും ലഭിക്കും. നമ്മുടെ സീരീസ് 3 ഉള്ള എല്ലാ കൂട്ടുകാർക്കും WatchOS 9 നമുക്ക് ലഭിക്കുന്നതല്ല. ആ ഒരു കാര്യം നമുക്ക് WatchOS 9 പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നീട് നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ വാച്ച് ഫേസിൻ്റെ ഒരു കസ്റ്റമൈസേഷൻ്റെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഇപ്പോൾ തന്നെ നമ്മൾ അടുത്ത് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതേപോലുള്ള കൂടുതൽ ആപ്പിൾ ടിപ്സും ട്രിക്സും നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്ക് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് വന്ന് അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. ആൻഡ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞ ഈ WatchOS 8.7 നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അവർക്കൊരു പുതിയ ഇൻഫർമേഷൻ തന്നെയായിരിക്കും. ആൻഡ് നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്കായിട്ട് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അടുത്തു നിന്നും എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അതോടൊപ്പം ഞാൻ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ കാര്യം പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന എല്ലാ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് അപ്ഡേഷൻ വേണോ? അതിനും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജുണ്ട്. ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Abin Xavier signing from Erica.